നമസ്കാരം. പടവുകളിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ മലയാളികൾ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ശരി, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം പയ്യനായാലും ശരി പെണ്ണിനായാലും ശരി ജോലിയുണ്ടോ എന്നതായിരുന്നു ഒരു കാലം വരെ. പിന്നീട് അതിനുശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഘടന മാറി പിന്നീട് സമ്പാദ്യം എത്ര അല്ലെങ്കിൽ സ്വത്ത് എത്ര എന്ന രീതിയിലേക്കായി കുടുംബ മഹിമകളുടെ പുറകെയുള്ള മലയാളിയുടെ പരമ്പരകളായിട്ടുള്ള ഓരോ ഓട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഓരോരോ കാര്യങ്ങളും. കാലങ്ങൾ മാറി വന്നു. 2017 നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പുതിയ ഡിജിറ്റൽ ക്യാഷ്ലെസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ തന്നെ ജീവിക്കാനും മലയാളി ശീലിച്ചത്. ഏത് ജീവിത സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ശരി, മലയാളിയുടെ ഒറ്റ ചിന്ത ഒന്ന് പ്രധാനമായിട്ടും ഇപ്പോൾ സമ്പാദ്യം ഏത് രീതിയിൽ സുരക്ഷിതമായിരിക്കണം. അത് സ്വത്തിലായിരിക്കാനും കൊള്ളാം, സ്വത്തിലല്ലെങ്കിലും കൊള്ളാം, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്ന രീതിയിലുള്ള ചിന്തയിലേക്ക് മലയാളി മാറി മറിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയാളി കണ്ടറിഞ്ഞ പരമ്പരകളായി അല്ലെങ്കിൽ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ശീലിച്ച ഒന്നാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. 1969 കാലഘട്ടത്തിൽ കേവലം 2 ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപത്തിലാണ് ആരംഭിച്ചത്. ഇന്ന് ഏതാണ്ട് 7000-ലധികം ജീവനക്കാരുമായി എവിടെയും വിശ്വസിക്കാവുന്ന ഔദ്യോഗികമായ ഒരു പേരായി മാത്രം ചിട്ടിയുടെ ലോകത്ത് പ്രത്യേകിച്ചും KFCP പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രാഗൽഭ്യം ആണ് ശരിക്കും സാംസ്കാരിക തലസ്ഥാനം മാത്രമല്ല തൃശ്ശൂർ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം എന്നും കൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം KFCP അതിൻ്റെ ആസ്ഥാനമായി തൃശ്ശൂരിലെ ഓഫീസിൽ ഇപ്പോൾ എത്തുമ്പോൾ അതിൻ്റെ ചെയർമാനും മറ്റംഗങ്ങളും ഏത് രീതിയിലാണോ ഈ പുതിയ സമ്പദ്ഘടനയെയും പുതിയ സമ്പ്രദായത്തെയും ഒക്കെ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് KSFയുടെ ചെയർമാനായ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ് അവറുകളാണ്. എന്തായാലും ശരി, വരാനിരിക്കുന്ന ഉത്സവ ആഘോഷവേളകളാണെങ്കിലും ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണെങ്കിലും ശരി, ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട് ആസ് എ പൊസിഷൻ ആസ് എ ചെയർമാൻ ഓഫ് KS. സാർ, സ്വാഗതം ചെയ്യുകയാണ്. വളരെയധികം അഭിമാനമുണ്ട്. ഒരു മലയാളി അല്ലെങ്കിൽ മലയാളികൾ ഏത് രീതിയിലാണോ ഇത്രയും കാലഘട്ടത്തെ ജീവിതത്തിൽ ചിട്ടി എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ചിന്ത മലയാളിയുടെ മനസ്സിൽ ഏത് കാലത്തുമുണ്ട്, ഏത് തലമുറയിലുമുണ്ട്. അതിന് ആധികാരികമായ ഒരർത്ഥം നിർവചനം നൽകിയത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. പറയൂ സാർ, ഈ മാറിയ കാലഘട്ടത്തിലും സാഹചര്യത്തിലും ഏത് രീതിയിലാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങൾ? ഈ ചിട്ടി എന്നത് കേരളത്തിൻ്റെ ഒരു തനതായ സാമ്പത്തിക ഉൽപ്പന്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന തൃശ്ശൂരിൽ, ഇവിടെ പഴയ കൊച്ചി രാജ്യം മുതൽ ചിട്ടി വളരെ ഇവിടുത്തെ വ്യാപാരമായും വ്യവസായമായും ഏറെ ബന്ധപ്പെട്ടിരുന്ന ഒന്നാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം ചിട്ടി എന്ന ഒറ്റ ഉൽപ്പന്നത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ 47 കൊല്ലമായി പ്രവർത്തിക്കുന്നത്. 69 കേരളത്തിൽ വ്യാപകമായി സ്വകാര്യ ചിട്ടികൾ തകർന്ന ഒരു കാലഘട്ടത്തിലാണ് സർക്കാർ ഉടമയിൽ ഒരു കുറിക്കമ്പനി എന്നൊരു സങ്കല്പത്തിൽ KSFE തുടങ്ങിയത്. അന്നത്തെ LDF ഗവൺമെൻറ് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവ്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ 47 കൊല്ലമായപ്പോഴും തുടർച്ചയായി ലാഭകരമായി പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റധികം സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡില്ല. ഇന്നാണെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭം കൊണ്ട് 1-ാം സ്ഥാനത്ത് KSFE എത്തിയിട്ടുണ്ട്. 15-16 കണക്കുകൾ ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് താരതമ്യം ചെയ്ത് അവരുടെ ഒരു പഠനം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനായിരുന്നു മുമ്പ് ലാഭത്തിൽ 1-ാം സ്ഥാനം. ആളുകൾ ക്യൂ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉൽപ്പന്നം വയ്ക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ ആളുകളുടെ പടിക്കൽ ചെന്ന് അവരെ മുട്ടി അവരെ നിർബന്ധിച്ച് ചിട്ടിയിൽ ചേർക്കുന്ന KSFE മറികടന്നു എന്നുള്ളത് KSFEയുടെ പ്രവർത്തകന്മാർക്കും ജീവനക്കാർക്കും എല്ലാം ഏറെ സന്തോഷമുള്ള ഉളവാക്കുന്ന ഒന്നാണ്. തീർച്ചയായും
ഈ ചിട്ടിയെ എങ്ങനെ വ്യവസ്ഥാപിതമായി നടത്താം, അതിലെങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടാം എന്നതിൽ KSFE-യുടെ അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. ഏത് തരത്തിലുള്ള വരുമാനക്കാരെയാണ് സാറിപ്പോൾ പറഞ്ഞതുപോലെ വൈവിധ്യം നിറഞ്ഞ? ഇപ്പോൾ ഏത് തരത്തിലുള്ള വരുമാനക്കാരെയും അവർക്കുചിതമായ ഒരു ഉൽപ്പന്നം, അവർക്ക് ചേരാൻ പറ്റുന്നൊരു ചിട്ടി KSFE-യുടെ കൈവശം എല്ലാ സമയത്തും ഉണ്ടാകും എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങളിടുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു പ്രതിമാസം ശരാശരി 1500 കോടി രൂപയുടെ ചിട്ടി ഓരോ മാസവും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 32,000 കോടി രൂപ ഞങ്ങളുടെ പ്രതിവർഷ വിറ്റുവരവുണ്ട്. 100 കോടി രൂപ നിക്ഷേപം ഞങ്ങൾക്ക് ക്യാപിറ്റലായിട്ടുണ്ട്. അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കുക മാത്രമല്ല, ഇനിയിപ്പോൾ പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നടത്തി. അദ്ദേഹം പ്രവാസികൾക്ക് വേണ്ടി ചിട്ടി നടത്താനുള്ള ചുമതല KSFE-യെ ഏൽപ്പിച്ചു, ഗവൺമെൻറ് ഗ്യാരണ്ടിയോടുകൂടി. അതിന് അദ്ദേഹം MD-യുടെ ആമിനമ്മ എന്നൊരു കഥാപാത്രത്തെയാണ് കൂട്ടുപിടിച്ചത്. അപ്പോൾ ആ കുറിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് തിരിയാമായിരുന്നു എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമായി KSFE മാറിയിട്ടുണ്ട്. പ്രവാസികൾ ഔദ്യോഗികമായി അവിടെ ചിട്ടിയില്ലെങ്കിലും അവിടെ ഒക്കെ അനൗദ്യോഗിക ചിട്ടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ലേബർ ക്യാമ്പിലാണെങ്കിലും ഞങ്ങൾ ചില സർവേകൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, ഈ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ മലയാളി ഉള്ളിടത്തൊക്കെ അനൗദ്യോഗിക ചിട്ടികൾ ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരും, ചിട്ടി നടത്തിയിരുന്ന തലയാൾ മുങ്ങി എന്ന് പറഞ്ഞ് വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ തലയാൾ മുങ്ങാത്ത ഒരു സമ്പ്രദായം തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവാസി ചിട്ടി ജൂൺ 1-ാം തീയതി ആരംഭിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സങ്കല്പം വളരെ ലളിതമാണ്. ഇതിൽ ചേരുന്നവർക്ക് പണം ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ആപ്പിലൂടെ KSFE-യിലേക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഡിജിറ്റൽ എന്നുള്ളതിൻ്റെ, കാരണം അത് കുറേ കൂടെ നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ കുറേ കൂടെ വേഗം പരിചിതമാകുന്നത് പുറത്തുള്ള ആളുകൾക്കാണ്. കുറച്ചുകൂടി സുതാര്യതയുണ്ട്. കൈവശം ഒരു സ്മാർട്ട് ഫോൺ ഉള്ള ആർക്കും ഈ അക്കൗണ്ടിലേക്ക് അവരുടെ ചിട്ടിക്ക് പണം നിക്ഷേപിക്കും. സാർ, ജൂൺ 1 മുതൽ പ്രവാസി ചിട്ടി പ്രാവർത്തികമാകുമ്പോൾ ഏത് രീതിയിലാണ് സാർ നമ്മുടെ ഗൾഫ് മേഖലകളിലെ KSFE-യുടെ സാന്നിധ്യം? ഞങ്ങൾ ഇപ്പം തന്നെ ചില ഏജൻസികൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ഈ മണി എക്സ്ചേഞ്ച് കമ്പനികളിൽ കൂടി കേരളത്തിലേക്ക് പണം അയക്കുന്ന, കേരളത്തിലെ വിദേശ നാണ്യ നിക്ഷേപത്തിൻ്റെ ഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ച് കമ്പനി കൂടാണ് കേരളത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ ചില സർവേകൾ നടത്തിച്ചിരുന്നു, ഇങ്ങനെയൊരു പ്രൊഡക്റ്റിനോടുള്ള അവരുടെ സ്വീകാര്യതയെക്കുറിച്ച്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയത്, ഇത് ഒരു സംവിധാനത്തിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആളുകൾക്ക് ഈ ഫൈനാൻഷ്യൽ ആപ്പിൽ കൂടി പണം നിക്ഷേപിക്കാൻ പറ്റും. അതിനുവേണ്ടി ഗൾഫിൽ വിപുലമായ റോഡ് ഷോയും മലയാളികളുടെ വ്യത്യസ്തമായ ധാരാളം സംഘടനകൾ അവിടെ ഉണ്ട്. ഞങ്ങൾ അവരുടെയൊക്കെ സഹായം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക സംഘടനകൾ, പ്രാദേശിക കൂട്ടായ്മകൾ, അത് ഗൾഫിലെ ഒരു പ്രത്യേകതയാണ്. ഓരോ നാടിനും ഓരോ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായം തേടി ഇതിന് വിപുലമായൊരു പ്രചരണ പ്രവർത്തനം നടത്തുക. പിന്നെ ഞങ്ങൾ KSFE-ക്ക് ഒരു ചിട്ടി സ്ഥാപനം എന്ന നിലയിൽ ഇവർക്കൊക്കെ നാട്ടിൽ വരുമ്പം KSFE-യെക്കുറിച്ച് അറിയാം. നാട്ടിലെ ചിട്ടിയിൽ ഇവർക്ക് വേണ്ടി അവരുടെ ഭാര്യയോ മാതാപിതാക്കളോ ഇപ്പം തന്നെ ചിട്ടി ചേർന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ചിട്ടി സംഖ്യ ഇവരയക്കുന്ന പണത്തിൽ നിന്നായിരിക്കും നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് അവർക്കറിയാം. അപ്പോൾ ചില പ്രശ്നങ്ങൾ അവർക്കുമുണ്ട്. ഒന്ന്, ഗൾഫ് മേഖലയിൽ ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ ചിട്ടികൾ, അതിൻ്റെ കാലയളവ് 24 മാസം, ഏറിയാൽ 30 മാസം. കാരണം ഈ ഗൾഫിലെ തൊഴിൽ കോൺട്രാക്റ്റുകളൊക്കെ 24 മാസം 30 മാസം കണക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ നിലപാട്,
അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് പണം ഒന്ന് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഓൺലൈൻ ഓപ്ഷൻ ആരംഭിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പണം എങ്ങനെയാണ് ചിട്ടി കുറി വീഴുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ ഗൾഫിലുള്ളവർക്ക് അത് ഇവിടെ KSFക്ക് ജാമ്യം കിട്ടിയേ പറ്റൂ. കാരണം ഈ പണം തിരിച്ചു കിട്ടണമല്ലോ. അപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സുരക്ഷിതത്വം നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്ന അതൊരു ഘടകമാണ്. അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒന്ന്, പവർ ഓഫ് അറ്റോർണി മുഖേന അവർക്ക് നാട്ടിലുള്ള ഭൂമി പണയപ്പെടുത്തുക. KSFക്ക് കുറേ പ്രവാസികൾക്ക് സെക്യൂരിറ്റിയായി അവരുടെ സമ്പാദ്യമായ സ്വർണമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളുടെ ലോക്കറിൽ സ്വീകരിക്കാം. അവരുടെ FD റിസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. പിന്നെ ഏതൊക്കെ സെക്യൂരിറ്റി സ്വീകരിക്കാൻ പറ്റുമെന്ന് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ കുറേ കൂടി എളുപ്പം സെക്യൂരിറ്റി തരാൻ പറ്റുന്ന ഒരു വളരെ ഫ്രണ്ട്ലിയായ ഒരു മാർഗം ഞങ്ങൾ സ്വീകരിക്കും. കാരണം അവർക്ക് സാധാരണ ഒരു ഉപഭോക്താവിനെ പോലെ ആഫീസിൽ കയറി ഇറങ്ങി നടക്കാനൊന്നും നേരമില്ല. അവരുടെ ജോലി സമയം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഒരു വെർച്വൽ ബ്രാഞ്ചിലൂടെ ആയിരിക്കും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് മിക്കവാറും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വെർച്വൽ ബ്രാഞ്ചായിരിക്കും. കാരണം ഈ സമയക്രമത്തിൽ മാറ്റമുണ്ട്. അവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ താമസ സ്ഥലത്ത് എന്നായിരിക്കും അവർ ഈ കാര്യത്തിൽ ഓൺലൈൻ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അവരൊരു സംശയം ചോദിച്ചാൽ ഓൺലൈനിലൂടെ ഒരു അന്വേഷണം നടത്തിയാൽ അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കണം. അപ്പോൾ ഏത് സമയത്തും 24 മണിക്കൂറും അവർക്ക് മറുപടി കൊടുക്കാൻ പാകത്തിൽ ഒരു വെർച്വൽ ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ധാരാളം യുവജനങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ലക്ഷ്യം ഒരു കാലം വരെ ധൂർത്തടിക്കുക, ഒരു സമ്പാദ്യശല്യം ഇല്ലാത്തൊരു തലമുറ. പക്ഷേ ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ചും ശ്രദ്ധ ഊന്നതും സമ്പാദ്യത്തിലാണ്. ഈ സമ്പാദ്യത്തിൻ്റെതായ വ്യത്യസ്ത മുഖങ്ങളിൽ ഏറ്റവും ഒടുവിലായി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് വിഭാവനം ചെയ്യുന്ന ഈ സിസ്റ്റം ജൂൺ മാസത്തിൽ ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് പ്രയോജനം ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിലും ഒക്കെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സ് ഇപ്പോൾ നെറ്റ് ജനറേഷനായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് മുഖേനയുള്ള വിനിമയം ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒട്ടും തന്നെ ഉണ്ടാക്കാത്ത രീതിയിൽ KSFയിൽ ഭദ്രമായി തന്നെ നിക്ഷേപിക്കുക മാത്രമല്ല അത് വരും തലമുറയ്ക്കായി പകർന്നു കൊടുക്കാനും കഴിയുക എന്നുള്ളത്. സാർ, പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നത്, റിട്ടയർമെൻറ്റിന് ശേഷം പഴയ കാലത്തും ഏതൊരാൾക്കുള്ള ഒരു പ്രായം കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കുറച്ച് പൈസ എവിടെയെങ്കിലും ഉണ്ടാവുക, പണ്ട് കാലത്ത് തമാശയ്ക്ക് പറയുന്ന പോലെ തലണ്ണയ്ക്ക് അടിയിലെങ്കിലും കുറച്ച് പൈസ സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറയുന്ന പോലെ എന്നുള്ള ഒരു സ്വഭാവം അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാലും ശരി. പലരും പറയാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസയോടുള്ളൊരു താല്പര്യം കൂടുന്നതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ഈ സമ്പാദ്യം എന്ന് പറയുന്ന ശീലം ചിട്ടി തന്നെയാണത്. ഈ പറഞ്ഞതുപോലെ ഒരർത്ഥത്തിൽ എങ്ങനെയാണ് സാർ ഒരു പ്രായം ചെന്നവർക്ക് അല്ലെങ്കിൽ സ്ത്രീ ജനതയ്ക്ക്, വിധവകൾക്ക്, കുട്ടികൾക്ക് ഒക്കെ തന്നെയായിട്ടുള്ള സ്മോൾ സ്കെയിൽ ചിട്ടിയുടെ പുതിയ പുതിയ രൂപങ്ങളും ഭാവങ്ങളും? ഞങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ ചിട്ടി ചേർന്നവരുടെ ഒരു ഏകദേശമുള്ള ഒരു പ്രായം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ശരാശരി ഒരു 40 വയസ്സിന് മുകളിലുള്ളവരാണ് ഞങ്ങളുടെ ചിട്ടി ഇടപാടുകാരുടെ ഭൂരിപക്ഷം. ഇപ്പോൾ ഈ പുതിയ ചിട്ടികൾ വരുമ്പം അതൊരു 30 വയസ്സിനും അതിനു മുകളിലുമുള്ളവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക. ഈ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പുത്തൻ തലമുറയെ കൂടി ചിട്ടി എന്ന ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ചെറിയ ചിട്ടികൾ ഞങ്ങൾ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക്
അവരുടെ വരുമാനത്തിന് ഉതകുന്ന ചെറിയ സംഖ്യയ്ക്കുള്ള ചിട്ടികൾ ധാരാളമായിട്ട് തുടങ്ങുക എല്ലാ ബ്രാഞ്ചുകളിലും. പ്രായമുള്ളവർക്ക് ഈ ചുരുങ്ങിയ അവർക്ക് 60 മാസമോ 100 മാസമോ കാലയളവുള്ള ചിട്ടി ചേർന്നാൽ മുടക്കം കൂടാതെ ആ കാലയളവ് പൂർത്തിയാക്കാമെന്ന് വിശ്വാസമില്ല. അതുകൊണ്ട് കുറേ കൂടെ കാലയളവ് കുറഞ്ഞ ചിട്ടികൾ തുടങ്ങുക. പിന്നെ KSFE ഇന്നിപ്പോൾ ഞങ്ങൾ നിക്ഷേപവും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ചിട്ടി പുറത്തുനിന്ന് ചിട്ടി പിടിക്കുന്ന ആളുകൾക്ക് ഉടൻ പണം ആവശ്യമില്ലെങ്കിൽ അവരുടെ പേരിൽ തന്നെ ഞങ്ങൾ നിക്ഷേപമായി അത് സൂക്ഷിക്കും. അവർക്ക് ആവശ്യമുള്ളവർക്ക് പിൻവലിക്കാം. നാട്ടിലും ഞങ്ങളത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ സീനിയർ സിറ്റിസൺസിന് മറ്റുള്ളവർക്ക് ബാങ്കുകൾ കൊടുക്കുന്ന പോലെ കൂടിയ പലിശ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ സീനിയർ സിറ്റിസൺസിന് ഏറ്റവും ഉയർന്ന പലിശ കൊടുക്കുന്ന സ്ഥാപനം KSFE ആണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വൈവിധ്യവൽക്കരണവും ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. ഈ പ്രവാസി ചിട്ടിയോടൊപ്പം അതിനുള്ള സൗകര്യങ്ങളൂടെ വരുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ അതിനുള്ളൊരു വലിയ തയ്യാറെടുപ്പ് നടത്തി. ഞങ്ങളുടെ 600 ബ്രാഞ്ചുകളിൽ 48 ബ്രാഞ്ച് ഒഴിച്ച് ബാക്കി മുഴുവൻ സമ്പൂർണ്ണമായി ഞങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിച്ച് കഴിഞ്ഞു. ഈ മാർച്ച് 31-നകത്ത് ഈ 600 ബ്രാഞ്ചും പൂർണ്ണമായി നെറ്റ്വർക്ക് ഓൺലൈനായി പ്രവർത്തിക്കും. അപ്പോൾ അതൊരു സൗകര്യം, കുറേ കൂടെ വേഗം സർവീസ് കൊടുക്കാൻ. അതോടൊപ്പം ഞങ്ങളുടെ ഈ ഏജൻറ്റുമാരുടെ ശൃംഖല ഞങ്ങൾ വിപുലീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാരെ സ്വാധീനിക്കാൻ ഞങ്ങൾ കുറേ കൂടി ഈ ഏജൻറ്റുമാരിൽ സ്ത്രീകളെ കൂടുതലായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഒരു ചെറിയ വരുമാനം എന്ന നിലയിൽ നമ്മുടെ വിധവകളായ സ്ത്രീകൾ, മറ്റു തരത്തിൽ വരുമാനം നഷ്ടപ്പെട്ടു പോയവർ, അവരെ കൂടിയൊക്കെ ഏജൻറ്റുമാരാക്കി ഒരു തൊഴിലായി തന്നെ അവർക്കിത് ചെയ്യാൻ പറ്റണം. അതേസമയത്ത് അവരുടെ കുട്ടികളുടെ കാര്യം നോക്കി ബാക്കി സമയം, ഇതൊരു ഓഫീസ് ടൈമല്ല, അവർക്ക് അവരുടെ വീട്ടുകാര്യം നടത്തിയിട്ട് ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി. അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടുന്നത്. ഒരു ബാങ്കിൽ കയറി ഇറങ്ങി വിനിമയം നടത്തിയിരുന്ന കാലം കഴിഞ്ഞതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ശീലിച്ചത്. അതായത് നെറ്റ് ബാങ്കിങ് സമ്പ്രദായം വന്നതോടുകൂടി ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയാണ് ഒരു ക്യാഷ് ഇടപാട് നടത്തേണ്ടത് എന്ന് ശീലിച്ചു കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ജൂൺ മാസം മുതൽ പ്രവാസി ചിട്ടി അടക്കമുള്ള ഒരു മൈക്രോ ലെവൽ ചിട്ടികൾ ആർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു രീതിയിൽ, വിധവകളായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, പ്രായം ചെന്നവർക്കായിക്കോട്ടെ, ഇതെല്ലാം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഒരു ദിവസത്തെ സേവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഈ നെറ്റ്വർക്കിലേക്ക് അഡോപ്റ്റ് ചെയ്യുക, അതിൻ്റെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അത് രാത്രിയായി കഴിഞ്ഞാലും പകലായാലും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഓൺലൈൻ മുഖേനയുള്ള ഒരു ശൃംഖല കൊണ്ടുവരിക എന്നുള്ളത്. സാറ് 24ാമത്തെ ചെയർമാനാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ. ഇന്ന് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഉള്ള ഒരു മേഖല കൂടിയിട്ടാണ് ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗമായിട്ട് വരുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ചസ് സാറിന് തോന്നിയിട്ടുണ്ടോ ആസ് എ ചെയർമാൻ? ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഈ നോട്ട് പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഈ പ്രതിമാസ ചിട്ടിയുടെ തിരിച്ചടവ് ഈ നവംബർ മാസത്തിൽ 300 കോടിയോളം രൂപ കുറഞ്ഞു. ജനുവരി വരെയുള്ള 3 മാസത്തിൽ മൊത്തം തിരിച്ചടവിൽ 500 കോടി കുറവ് വന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റു മാർഗങ്ങളിലൂടെ പണം സ്വീകരിക്കാനുള്ള സൗകര്യം നോക്കി. അതിൻ്റെ ഫലമായി ഇപ്പം ഞങ്ങൾ എല്ലാ ബ്രാഞ്ചിലും ഒന്നിലധികമോ POS മെഷീനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ കാർഡിലൂടെ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ഫൈനാൻഷ്യൽ ആപ്പുകളിലൂടെ KSFE അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാവുന്ന സൗകര്യമുണ്ടായി. KSFE തന്നെ സ്വന്തമായി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സെക്യൂരിറ്റി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഒരു ജൂണിന് മുമ്പ് അത് തന്നെ ലോഞ്ച് ചെയ്യും. അപ്പോൾ നാട്ടിലുള്ള ആൾക്കും KSFE ആപ്പിലൂടെ പണം അടയ്ക്കാം, ബ്രാഞ്ചിൽ പോകേണ്ട കാര്യമില്ല, ഏജൻറ്റിനെ കാണുന്ന കാര്യം. അതോടൊപ്പം ഈ ഡിജിറ്റൽ സമ്പ്രദായങ്ങളോട് പരിചയമില്ലാത്തവരുടെ ഒരു തലമുറയുണ്ടല്ലോ നമുക്ക്.
പ്രത്യേകിച്ച് ഞങ്ങളുടെ ചിട്ടിയിൽ ചേർന്നിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ, ചെറിയ കച്ചവടക്കാർ, ഈ പണം ഇപ്പോഴും സ്വന്തം മടിയിൽ കൊണ്ട നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചിട്ടിയിലുണ്ട്. അപ്പം ചിട്ടി അത് ഈ ഒരു മാറ്റം വന്നപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ജോലി സ്ഥലത്ത് ചെന്ന് ചിട്ടി സംഖ്യ ശേഖരിക്കാൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏജൻറ്റുമാരുടെ ശൃംഖല വിപുലപ്പെടുത്തും. അതോടൊപ്പം അവരടയ്ക്കുന്ന പണം അപ്പം തന്നെ ബ്രാഞ്ചിലും അവരുടെ ഫോണിലും എല്ലാം അറിയിപ്പ് കിട്ടത്തക്ക പോലെയുള്ള ഒരു സാങ്കേതിക സംവിധാനം കൂടി ചേർത്ത് ഈ കയ്യിലുള്ള ചെറിയ ഒരു മിനി കമ്പ്യൂട്ടർ അവർ കൈവശം തന്നെ കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് എത്തും. മുമ്പാണെങ്കിൽ രസീത് എഴുതി അതിൽ കണക്കിൽ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ സമയത്ത് കിട്ടിയില്ല എന്നൊരു വരും. ഇതങ്ങനെയല്ല. പണം വാങ്ങുമ്പോൾ തന്നെ ബ്രാഞ്ചിൽ അറിയും, ആ കസ്റ്റമർക്ക് അയാളുടെ നമ്പറിൽ അക്നോളജ്മെൻറ്റ് ചെല്ലും. അപ്പോൾ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒരു തരത്തിൽ ഞങ്ങൾ ഈ പ്രതിസന്ധിയെ ഒരു അവസരമാക്കി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ചിട്ടിപ്പിരിവൊക്കെ സാധാരണ രൂപത്തിലെത്തി. ഇപ്പോൾ ഈ മാർച്ച് 31 ആകുമ്പോഴേക്ക് കേരളത്തിൽ ഞങ്ങൾക്ക് 1200 കോടി രൂപ കുടിശ്ശിക പിരിയാനുണ്ടായിരുന്നു. അത് പിരിച്ചെടുക്കാൻ വേണ്ടി ഇളവ് 2017 എന്ന നിലയിൽ ഒരു പദ്ധതി തന്നെ ഞങ്ങൾ ആവിഷ്കരിച്ചു. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ്. ആ കാലഘട്ടത്തിൽ പണം അടയ്ക്കുന്നവർക്ക് അവരടയ്ക്കേണ്ട പലിശയിൽ ഒരു ഭാഗം ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ 2011 വരെയുള്ള കുടിശ്ശികക്കാർക്ക് ഏതാണ്ട് 6% ഇളവ് കിട്ടും. 13 വരെയുള്ളവർക്ക് 4%. ഈ 16 മാർച്ച് 31 വരെയുള്ളവർക്ക് 3% കിട്ടും. അപ്പം അടയ്ക്കേണ്ട സംഖ്യയിൽ ഒരു ഇളവ് കൂടെ കൊടുത്ത് ഈ ബാധ്യത കുറച്ചുകൊണ്ട് വരാൻ അവരെ കൂടി ഞങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 400 കോടി രൂപ പിരിച്ചെടുക്കാമെന്നാണ്. ഇതുവരെയുള്ള ഞങ്ങളതിൻ്റെ പുരോഗതി നോക്കിയിടത്തോളം ഇപ്പം തന്നെ ഏതാണ്ട് 150 കോടിയിലേറെ ഞങ്ങൾ പിരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട്, കാരണം ഇവരെ എല്ലാവരെയും കണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയോ ഒക്കെ ഞങ്ങൾ എടുക്കുകയാണ്. ആ നിലയ്ക്ക് അത് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ഒരാശ്വാസ നടപടിയുമാണ്. KSFEയുടെ ബാലൻസ് ഷീറ്റ് കുറേ കൂടെ ക്ലീനാക്കാൻ സഹായകരമായൊരു നടപടിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അപ്പോൾ അത് KSFEയെ സംബന്ധിച്ച് ഒരു മുന്നോട്ട് പോകുന്നതിനൊരു വലിയ പ്രചോദനം കൂടി ഇത് തന്നു. ഞങ്ങൾക്ക് അഭിമാനമുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2016-17 എന്ന് പറഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1000-ലേറെ ക്ലറിക്കൽ കേഡറിലേക്ക് ആളുകളെ ഞങ്ങൾ PSC ലിസ്റ്റിൽ നിയമിച്ചു. കേരളത്തിൽ പുതുതായി 1000 അസിസ്റ്റൻസിനെ നിയമിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനവുമില്ല, ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ഞങ്ങളാണ് ഈ LDF ഗവൺമെൻറ് ആദ്യ വർഷം ഇത്രയും പുതിയ റെക്കോർഡ് നിയമനം കൊടുത്തത് PSC ലിസ്റ്റിൽ നിന്ന്. കാരണം 75 തന്നെ PSC ലിസ്റ്റ് പ്രാബല്യത്തിലുള്ളൊരു സ്ഥാപനമാണ് ഇവിടെ. PSC അതാത് കാലത്ത് തിരഞ്ഞെടുക്കുന്നവർക്ക് ജോലി കിട്ടും. പക്ഷെ ഒറ്റ കൊല്ലം 1000-ലേറെ ആളുകളെ നിയമിച്ചു എന്നുള്ള റെക്കോർഡ് ഇപ്പം ഞങ്ങൾക്കുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും 1969 കാലഘട്ടത്തിൽ ഒരു LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്, ഒരു ഭാവനയിലാണ് ശരിക്കും KSFE അതിൻ്റെ ബീജാവാപം പ്രവർത്തനം ആരംഭിക്കുന്നത്, തുടക്കം കുറിക്കുന്നത്. ഇപ്പോഴത്തെ 2017 എത്തി നിൽക്കുമ്പോഴും ഒരു LDF സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. ബജറ്റിൽ വരെ വേണ്ടത്ര പ്രാധാന്യം ഒരു പൊതുമേഖലാ സ്ഥാപനം ഏത് രീതിയിലാണോ, ഇതിനിടയിൽ പല സർക്കാരുകളും മാറി മാറി വന്നതിന് ശേഷവും യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ പറയാം. സേഫ്റ്റി ഫസ്റ്റ് എന്നത് ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് ട്രാഫിക് നിയമങ്ങളിലായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ കാര്യത്തിലും സേഫ്റ്റി സാമ്പത്തിക മേഖലയിലെ സമ്പാദ്യത്തിലൂടെ ഫസ്റ്റായി ചിന്തിക്കുക എന്ന് പറയുന്നതിന് ഏത് രീതിയിലാണോ പ്രഥമ സ്ഥാനം നൽകുക, അതാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ചെയർമാനായ ശ്രീ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് അവറുകൾ നമുക്ക് ഇത്രയും നേരം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ലളിതമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ ഏത് രീതിയിൽ
പുതുയുഗവുമായി ചേർന്നിട്ടുള്ള ഒരു ചർച്ച കാഴ്ചവെക്കാം. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളം, ഡിജിറ്റൽ യുഗത്തിൽ പ്രത്യേകിച്ചും. സർ, താങ്ക് യു സോ മച്ച്. പടവുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ സാറിൻ്റേതായിട്ടുള്ള ഈ ഒരു ബ്രെയിനും അതിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. KSFE സംബന്ധിച്ചിടത്തോളം മലയാളികൾ നെഞ്ഞോട് ചേർത്ത് വെക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് KSFE നമ്മൾ കാണുന്നത്. 1969 തുടങ്ങിയ ഈ സ്ഥാപനം ജനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജനങ്ങളുടെ വിശ്വാസമാണ് KSFEയുടെ മെയിൻ അടിത്തറ. സ്റ്റേറ്റ് ബാങ്ക് മാതിരി തന്നെ. അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മുടെ സ്ഥാപനം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതാണ് നമുക്ക് തരുന്ന അനന്ത സാധ്യതകളുടെ ഒരു ക്യാൻവാസ്. അപ്പം അത് ബേസായി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സേഫ്റ്റി ആണ്, അല്ലെ സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ജനങ്ങളുടെ ഒരു പ്രധാന നോട്ടം. അതിന് തന്നെ ഉപയോഗമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ സെക്യൂരിറ്റി ആസ്പെക്റ്റ് നമ്മൾ വളരെ ആയിട്ട് കാണുന്നത്, ജനങ്ങൾ കാണുന്നത്. റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ആണ് റിട്ടേൺ ഫ്രം ക്യാപിറ്റൽ ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റലിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് ജനങ്ങൾക്ക് തോന്നാൻ കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പാണ്. അപ്പം അത് തന്നെയാണ് അനന്ത സാധ്യതകൾ ഇതിന് തുറന്നു കൊടുക്കുന്നത്. ഇനി ഇത്രയും കാലം നമ്മൾ KSFEയിൽ അനുവർത്തിച്ച് വന്നിരുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ചിട്ടി ബിസിനസ്. അത് മാറി നമ്മൾ കൂടുതൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ഈ ട്രാൻസിഷൻ സ്റ്റേജിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ വളരെ വലിയ ടേൺ ഓവറിനുള്ള സാധ്യതകളാണ്, കൂടുതൽ ഈ വിശ്വാസവും.